ഈ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ വൃക്ഷങ്ങളിൽ 3 പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ മൂന്നാമത് റെയിൻബോ യൂക്കാലിപ്റ്റസ്. പ്രധാനമായും ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പപ്പുവ ന്യൂ ഗിനിയ തുടങ്ങിയ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് ഈ മരം കാണപ്പെടുന്നത്. വളരെ വേഗത്തിൽ വളർന്ന് 60 മുതൽ 75 മീറ്റർ വരെ ഉയരം വെക്കുന്ന വലിയ മരങ്ങളാണിത്. ഇതിന്റെ പ്രത്യേകത, ഈ മരത്തിന്റെ പുറംതൊലി പ്രകൃതിയാ തന്നെ ഓരോ സമയങ്ങളിൽ അടർന്നു പോവുകയും അതിന് താഴെ നിന്ന് ആദ്യം പച്ച നിറത്തിലുള്ള പുതിയ തൊലി വരികയും ചെയ്യും. ഈ പുതിയ തൊലി അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പതുക്കെ നിറം മാറി നീല, പർപ്പിൾ, ഓറഞ്ച്, ചുവപ്പ്, തവിട്ട് തുടങ്ങിയ പല മഴവിൽ വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആരോ പെയിന്റ് അടിച്ചതുപോലെ തോന്നിക്കുന്ന ഈ സവിശേഷതയാണ് ഈ മരത്തെ വിചിത്രമാക്കുന്നത്. രണ്ടാമത് ബാവോബാബ് ട്രീ. ആഫ്രിക്കയിലും മഡഗാസ്കറിലും കാണപ്പെടുന്ന വേരുകൾ മുകളിലേക്ക് വളർന്നതുപോലെ തലകീഴായ രൂപമുള്ള വൃക്ഷമാണിത്. കഠിനമായ വരൾച്ചയെ അതിജീവിക്കാൻ ഇതിന്റെ പടുകൂറ്റൻ തടിയിൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനാൽ ജീവന്റെ വൃക്ഷം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ ആയുസുള്ള ഈ മരങ്ങളുടെ ഉള്ളു തുറന്ന് വീടുകളും മറ്റും നിർമ്മിക്കാറുമുണ്ട്. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ഒന്നാമത് ഡ്രാഗൺ ബ്ലഡ് ട്രീ. യമനിലെ സൊക്കോട്ര ദ്വീപിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം ഇതിന്റെ രൂപം കൊണ്ടും സവിശേഷത കൊണ്ടും ശ്രദ്ധേയമാണ്. ഈ വൃക്ഷത്തിന്റെ തൊലിയിലോ തടിയിലോ പോറലേറ്റാൽ മനുഷ്യന്റെ ബ്ലഡിന് സമാനമായ ചുവന്ന നിറത്തിലുള്ള കറ പുറത്തേക്ക് ഒഴുകുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. കടുത്ത വരൾച്ചയെയും ചൂടിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ മരത്തിന്റെ കുട പോലുള്ള രൂപം വേരുകൾക്ക് തണൽ നൽകുകയും കട്ടിയുള്ള ഇതിന്റെ ഇലകൾ മൂടൽ മഞ്ഞിൽ നിന്നുള്ള ഈർപ്പം ഒപ്പിയെടുത്ത് മണ്ണിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.